ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. മാമലക്കണ്ടത്ത് വീട്ടിലേക്കും വീടിനോട് ചേർന്നുള്ള ചായക്കടയിലേക്കും സമീപവാസി ജീപ്പ് പിടിച്ചു കയറ്റി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചായി പരാതി. 2 കുടുംബങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്നാണ് ജീപ്പ് പിടിച്ചു കയറ്റി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. മാമലക്കണ്ടത്ത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് വീട്ടിലേക്കും വീടിനോട് ചേർന്നുള്ള ചായക്കടയിലേക്കും ജീപ്പ് പിടിച്ചു കയറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി. ചാമപ്പാട ഭാഗത്ത് താമസിക്കുന്ന കോട്ടയ്ക്കൽ ആദിവാസി ഉന്നതിയിലെ വിനോദിന്റെ മാമലക്കണ്ടം കൊയിനിപ്പാറ ജംഗ്ഷന് സമീപമുള്ള അച്ചൂസ് ചായക്കടയിലേക്കാണ് ഞായറാഴ്ച വൈകിട്ട് 5:45 സമീപവാസി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീപ്പ് പിടിച്ചു കയറ്റിയത്. കൈക്ക് പരിക്കേറ്റ വിനോദ് കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. വിനോദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജീപ്പ് ഓടിച്ചിരുന്ന മാമലക്കണ്ടം തുമ്പേപ്പറമ്പിൽ രതീഷിന്റെ പേരിൽ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തർക്കത്തെ തുടർന്ന് ജീപ്പുമായി എത്തിയ രതീഷ് പലതവണ ചായക്കടയ്ക്ക് നേരെ ജീപ്പ് ഇരച്ച് മുന്നോട്ടും പിന്നോട്ടും വേഗത്തിൽ ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട്. മാമലക്കണ്ടം ഇടപ്പറമ്പിൽ വിജയമ്മയുടെ വീടിനോട് ചേർന്നാണ് വിനോദ് ചായക്കട നടത്തുന്നത്. വിജയമ്മ, സരോജിനി, ഗോപിക്കുട്ടൻ, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ എന്നിവർക്കും പരിക്കേറ്റതായി പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ രതീഷും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് പോലീസിനോട് രതീഷിന്റെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. രതീഷിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.